ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ കുറച്ച് ദിവസമായില്ലേ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട്. നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യാതിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി, അതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുള്ള ഒരു തിയറി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അതായത് കാൾ റോജേഴ്സിൻ്റെ സെൽഫ് തിയറിയാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. ഈ തിയറി എന്ന് പറഞ്ഞാൽ 5 മാർക്കിന് ചോദിക്കാറുള്ള ഒരു തിയറിയാണ്. 5 മാർക്കിനെ ചോദിക്കാറുള്ളൂ. വലിയ ചോദ്യങ്ങളൊന്നും വരാറില്ല, 5 മാർക്കിനെ വരാറുള്ളൂ. പിന്നെ 2 മാർക്കിനും ചോദിക്കാറുണ്ട്. അപ്പോൾ അതെടുക്കുമ്പോൾ പറയാം 2 മാർക്കിന് ഏതാ ചോദിക്കാറുള്ളത് എന്നുള്ളത്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം സൈക്കോളജിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. നിങ്ങൾ ക്ലയൻറ്റ് സെൻറ്റേർഡ് തെറാപ്പി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതൊക്കെ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനാണ് കേട്ടോ. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ തിയറി നിങ്ങൾക്ക് ഫസ്റ്റ് സെമ്മിൽ സെൽഫ് തിയറി പഠിക്കാനുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സെക്കൻഡ് സെമ്മിൽ അദ്ദേഹത്തിൻ്റെ ഒരു ലേണിംഗ് തിയറിയും പഠിക്കാനുണ്ട്. അപ്പോൾ രണ്ടും രണ്ടാണെന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ നിങ്ങൾ സെക്കൻഡ് സെം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, ചില കൂട്ടത് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ രണ്ടും തമ്മിൽ മാറിപ്പോകാൻ പാടില്ല. ഫസ്റ്റ് സെമ്മിൽ നമുക്ക് പഠിക്കാനുള്ളത് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് തിയറിയാണ്. സെക്കൻഡ് സെമ്മിൽ എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങുമായി ബന്ധപ്പെട്ടുള്ളൊരു തിയറിയാണ് കാൾ റോജേഴ്സിൻ്റെ പഠിക്കാനുള്ളത്. അപ്പോൾ കാൾ റോജേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പ് ശരിക്കും ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് എന്താണെന്ന് മനസ്സിലാക്കണം. ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് എന്താണ് എന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ കാണുക. ഹ്യൂമനിസ്റ്റിക് വ്യൂ ഇപ്പോൾ എന്താണെന്ന് അറിയണം എന്നുള്ള നിർബന്ധമില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. അത് പറഞ്ഞിട്ട് ഇപ്പോൾ എന്തിനാ തിയറി പഠിച്ചാൽ പോരെ. പക്ഷെ എങ്കിലും ഓരോ വ്യൂ പോയിൻറ്റ്സും, ഇപ്പോൾ കൊഗ്നിറ്റീവ് ആയിക്കോട്ടെ, ബിഹേവിയറിസ്റ്റ് ആയിക്കോട്ടെ, കൺസ്ട്രക്റ്റിവിസ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള വേറെ ഏത് രീതിയിലുള്ള വ്യൂസ് ആയിക്കോട്ടെ, നമ്മൾ അറിഞ്ഞിരിക്കണം. അവരുടെ ആ ഒരു കോറായിട്ടുള്ളത് എന്താണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് എന്താണെന്നുള്ളത് നിങ്ങൾ ആ വീഡിയോയിലൂടെ കാണണം. ഇത് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കാൾ റോജേഴ്സിൻ്റെ സെൽഫ് തിയറിയാണ്. അപ്പോൾ ആ തിയറിയിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ തിയറി പറയുന്നതിന് മുമ്പ് നമുക്ക് കാൾ റോജേഴ്സ് ആരായിരുന്നു എന്നൊന്ന് മനസ്സിലാക്കാം. കാൾ റോജേഴ്സിൻ്റെ മുഴുവൻ പേര് കാൾ റാൻസം റോജേഴ്സ് എന്നാണ്. അദ്ദേഹം ജനിക്കുന്നത് 1902 ഓക്ക് ഹിൽ, ഇല്ലനോയ്സിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹം ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ സിവിൽ എഞ്ചിനീയറും അമ്മ ഹൗസ് വൈഫുമായിരുന്നു. ഇദ്ദേഹം 6 മക്കളിൽ 4-മനായിട്ടാണ് ജനിക്കുന്നത്. റോജർ വളരെ ഹൈ അച്ചീവർ ആയിരുന്നു സ്കൂളിലൊക്കെ. ഏർലി ഏജ് മുതൽ വളരെ ഹൈ അച്ചീവർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം കിൻഡർ ഗാർഡനും അതുപോലെ തന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡും സ്കിപ്പ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോയത്. 5 വയസ്സിന് മുൻപേ തന്നെ അദ്ദേഹത്തിന് വായിക്കാനൊക്കെ നന്നായി അറിയുമായിരുന്നു. അദ്ദേഹത്തിന് 12 വയസ്സുള്ളപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫാമിലി സബ് അർബനിൽ നിന്നും റൂറൽ ഫാം ഏരിയയിലേക്ക് പോയി. 1919 യൂണിവേഴ്സിറ്റി ഓഫ് വിസ്കോസിൻ അഗ്രികൾച്ചറിൽ മേജർ സബ്ജക്റ്റാക്കി എടുത്തുകൊണ്ട് പഠനം തുടങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ആലോചിക്കണം, ഇദ്ദേഹം സൈക്കോളജി എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് വരുന്നതിന് മുൻപ് ഇദ്ദേഹം പല കാര്യങ്ങൾ പഠിച്ചിട്ടാണ് കേട്ടോ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ 1919 അദ്ദേഹം വിസ്കോൺസിൻ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ അഗ്രികൾച്ചറാണ് മേജറായിട്ട് എടുത്തത്. അങ്ങനെ 1922 ചൈനയിൽ നടന്നൊരു കോൺഫറൻസിന് പങ്കെടുത്ത ശേഷം തൻ്റെ കരിയർ സെലക്ഷനെ വീണ്ടും അദ്ദേഹം ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. ഞാൻ എന്തിനാണ് അഗ്രികൾച്ചർ എടുത്തത്, എൻ്റെ അഗ്രികൾച്ചറിൽ എടുത്തിട്ട് എന്താ കാര്യം എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കരിയർ വീണ്ടും അദ്ദേഹം ചേഞ്ച് ചെയ്യാണ്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പിന്നീടൊരു മിനിസ്റ്റർ ആകണം എന്നായി. അങ്ങനെ തൻ്റെ പഠനം ചരിത്രത്തിലേക്ക് മാറ്റാണ് ഉണ്ടായത്. അങ്ങനെ 1924 വിസ്കോൺസിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഹിസ്റ്ററിയിൽ നിന്ന് ബാച്ചിലേഴ്സ് ഡിഗ്രി നേടിയ അദ്ദേഹം 1926 കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ടീച്ചേഴ്സ് കോളേജിൽ നിന്ന് MA പൂർത്തിയാക്കാനായിട്ട് പോയി. പക്ഷേ MA പൂർത്തിയാക്കാൻ പോകുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു യൂണിയൻ തിയോളജിക്കൽ സെമിനാറിൽ ചേരുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കരിയർ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പല കരിയറിൽ പോയിട്ടാണ് സൈക്കോളജിക്ക് എത്തുന്നത്. എന്നാൽ മതത്തെക്കുറിച്ചിട്ട് ഒരു വിദ്യാർത്ഥി നടത്തിയ സെമിനാർ ദൈവശാസ്ത്രത്തിലും തൻ്റെ ശ്രമം ഉപേക്ഷിക്കാനുള്ള ഒരു കാരണത്തിന് വഴിവെച്ചു കൊടുക്കാനുണ്ടായത്. കാരണം ഈ സെമിനാറിൽ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഓക്കെ, പിന്നീടാണ് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ലെറ്റാസ് ടാറ്റോ ഹോളിംഗ്വർത്ത് നടത്തിയ ഒരു കോഴ്സ് അദ്ദേഹത്തിനെ സൈക്കോളജിയിലേക്ക് തിരിയാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അങ്ങനെ അദ്ദേഹം എവിടേക്ക് എത്തി? സൈക്കോളജിയിലേക്ക് എത്തി.
അപ്പോൾ അത് എത്തിയത് കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടായി. നമുക്കൊരു തെറാപ്പി തന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ നമുക്ക് കിട്ടുകയുണ്ടായി. റോജേഴ്സിൻ്റെ അഭിപ്രായത്തിൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ ജീവിതത്തിനെ സംബന്ധിച്ച നിരവധി ചോദ്യങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ളൊരു മാർഗമാണെന്ന് അദ്ദേഹം പറയുന്നത്. അതായത് സൈക്കോളജി എന്ന് പറയുന്നത് ജീവിതത്തിനെ സംബന്ധിച്ച നിരവധി ചോദ്യങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ളൊരു മാർഗമാണ് സൈക്കോളജി എന്നാണ് റോജേഴ്സ് പറയുന്നത്. പിന്നീട് കൊളംബിയയിലെ ക്ലിനിക്കൽ സൈക്കോളജി പ്രോഗ്രാമിൽ ചേരാൻ തീരുമാനിച്ച അദ്ദേഹം 1931 അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റ് പൂർത്തിയാക്കുകയാണ്. അദ്ദേഹത്തിന് നമ്മൾ കൂടുതലായിട്ട് അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ സൈക്കോ തെറാപ്പി മെത്തേഡിലൂടെയാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു തെറാപ്പി നമ്മളുടെ ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു തെറാപ്പികളിൽ ഒന്നാണ് ഈ ക്ലയൻറ്റ് സെൻറ്റേർഡ് മെത്തേഡ്, അല്ലെങ്കിൽ നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ് ടെക്നിക്ക് എന്നൊക്കെ പറയുന്ന മെത്തേഡ്. അത് അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ്. അപ്പോൾ അദ്ദേഹം ഒരു സൈക്കോ തെറാപ്പി മെത്തേഡ് നമുക്ക് വേണ്ടി ഇൻവെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അതിലൂടെയാണ് കൂടുതൽ നമ്മൾ അറിയപ്പെടുന്നത്. പിന്നെ ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിയിലെ ഫൗണ്ടേഴ്സിൽ ഒരാളാണ് കാൾ റോജേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 1987 റോജേഴ്സിനെ നോബൽ പീസ് പ്രൈസിന് വേണ്ടി നോമിനേറ്റ് ചെയ്തിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ വർക്ക്, അതായത് ക്ലയൻറ്റ് സെൻറ്റേർഡ് തെറാപ്പിയിലുള്ള വർക്ക് അദ്ദേഹം മരിക്കുന്നത് വരെ തുടർന്ന് പോയിക്കൊണ്ടിരുന്നു. അതായത് എന്തൊക്കെ ഫർദർ ഡെവലപ്മെൻറ്റ് ചെയ്യാമോ അതൊക്കെ അദ്ദേഹം എന്ത് ചെയ്തിരുന്നു, ഈ ഒരു ക്ലയൻറ്റ് സെൻറ്റേർഡ് തെറാപ്പിയിൽ ചെയ്തിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കാൾ റോജേഴ്സിനെ കുറിച്ച് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഓക്കെ, ഇനി എബ്രഹാം മാസ്ലോവിൻ്റെ സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി പോലെ കാൾ റോജേഴ്സിൻ്റെ തിയറി, ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി ഉണ്ട്. നമ്മളത് സാധാരണ BEdൻ്റെ സെഷനിൽ ഈ ഒരു തിയറി എടുത്ത് ജസ്റ്റ് അങ്ങനെ പോവുകയുള്ളൂ. സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി അങ്ങനെ അധികം പറയാറില്ല. പക്ഷെ നമുക്കത് മനസ്സിലാക്കണം, എന്താണെന്നറിഞ്ഞാലാണ് നമ്മുടെ സെൽഫ് തിയറിയിലേക്ക് പോകുന്നതുകൊണ്ട് കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി എന്താണെന്നാണ് നമുക്കിനി അടുത്തത് പറയാനുള്ളത്. അപ്പോൾ എബ്രഹാം മാസ്ലോവിൻ്റെ തിയറി നമുക്ക് ചെയ്യാം കേട്ടോ. ഞാൻ കാൾ റോജേഴ്സ് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. പിന്നെ അത് എളുപ്പമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുവിധം അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ അത്ര സ്ട്രെസ് കൊടുക്കാഞ്ഞത്. പക്ഷേ എങ്കിലും നമുക്കത് ചെയ്യാം. അപ്പോൾ സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി എന്താണ്, റോജേഴ്സിൻ്റെ അഭിപ്രായത്തിൽ എന്താണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് നമുക്ക് നോക്കാം. റോജേഴ്സ് ബിലീവ്ഡ് ദാറ്റ് ഓൾ പീപ്പിൾ പൊസസ് ആൻ ഇൻഹറൻറ്റ് നീഡ് ടു ഗ്രോ ആൻഡ് അച്ചീവ് ദെയർ പൊട്ടൻഷ്യൽ. റോജേഴ്സ് വിശ്വസിക്കുന്നത് എന്താണ്, എല്ലാ ആൾക്കാർക്കും വളരാനുള്ള ഒരു ഇൻഹറൻ്റ് ആയിട്ടുള്ള ആവശ്യകതയുണ്ട്. അതുപോലെ അവരുടെ പൊട്ടൻഷ്യൽ അച്ചീവ് ചെയ്യാനുള്ളൊരു ആവശ്യകതയുണ്ട്. അതെ, നമ്മുടെ ഇൻഹറൻ്റ് ആണ്, നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. അല്ലാതെ മറ്റൊരാൾ പറഞ്ഞിട്ടല്ല നമുക്കതുണ്ടാകും. നമ്മുടെ ഇൻട്രിൻസിക് ആയിട്ട്, നമ്മുടെ ഇൻഹറൻ്റ് ആയിട്ട് തന്നെ ഏതൊരു വ്യക്തിക്കും എന്തുണ്ടാകും, വളരണമെന്നും അവൻ്റെ പൊട്ടൻഷ്യൽ അച്ചീവ് ചെയ്യണമെന്നൊരു ആവശ്യം ഉണ്ടാവും അല്ലേ. ഈ നീഡ്, അതായത് ദിസ് നീഡ് ടു അച്ചീവ് സെൽഫ് ആക്ച്വലൈസേഷൻ ഹി ബിലീവ്ഡ് വാസ് വൺ ഓഫ് ദ പ്രൈമറി മോട്ടീവ്സ് ഡ്രൈവിംഗ് ബിഹേവിയർ. ഇത്തരത്തിൽ സെൽഫ് ആക്ച്വലൈസേഷൻ അച്ചീവ് ചെയ്യുക, അതായത് അവൻ്റെ പൊട്ടൻഷ്യലിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്, അവനൊരു സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് എത്താനുള്ള ഒരു നീഡാണുള്ളത്. അപ്പോൾ ആ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്ന കാര്യം അച്ചീവ് ചെയ്യാനുള്ള നീഡെന്ന് പറയുന്നത്, ആ ഒരു കാര്യമാണ് ഒരു വ്യക്തിയുടെ ബിഹേവിയറിനെ എന്ത് ചെയ്യുന്നത്, ഡ്രൈവ് ചെയ്യുന്നത്. അതായത് നമുക്കൊരു കാര്യം നേടണം എന്നുള്ളതായിരിക്കുമല്ലോ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ഒരു ബിഹേവിയർ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒരു ബിഹേവിയർ ഡ്രൈവ് ചെയ്യുന്ന പ്രൈമറി മോട്ടീവ് എന്ന് പറഞ്ഞാൽ അതായിരിക്കുമല്ലോ. അപ്പോൾ സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് എത്തിയ പിന്നെ മറ്റൊന്നുമില്ല. അപ്പോൾ ഒരു വ്യക്തിക്ക് സെൽഫ് ആക്ച്വലൈസേഷൻ അച്ചീവ് ചെയ്യുക എന്ന് പറയുന്ന നീഡാണ് ആ ഒരു വ്യക്തിയുടെ ബിഹേവിയറിനെ മൊത്തത്തിൽ ഡ്രൈവ് ചെയ്യുന്ന മോട്ടീവ് എന്നാണ് റോജർ പറയുന്നത്. ദെൻ റോജേഴ്സ് ബിലീവ്ഡ് പീപ്പിൾ ആർ മോട്ടിവേറ്റഡ് ബൈ ആൻ ഇന്നേറ്റ് ടെൻഡൻസി ടു ആക്ച്വലൈസ്, ടു മെയിൻറ്റെയിൻ ആൻഡ് എൻഹാൻസ് ദ സെൽഫ്. എന്താണ് റോജർ എന്താണ് വിശ്വസിക്കുന്നത്, എല്ലാ ജനങ്ങളും മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതെങ്ങനെയാണ്, എന്തിനു വേണ്ടിയിട്ടാണ്, അതായത് ഒരു ഇന്നേറ്റ് ടെൻഡൻസി ടു ആക്ച്വലൈസ് ആണ്. അതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ടു മെയിൻറ്റെയിൻ ആൻഡ് എൻഹാൻസ് എ സെൽഫ്. നമ്മുടെ സെൽഫിനെ മെയിൻറ്റെയിൻ ചെയ്യാനും എൻഹാൻസ് ചെയ്യാനും നമുക്ക് എന്തുണ്ടാകുന്നുണ്ട്, ഒരു ഇന്നേറ്റ് ടെൻഡൻസി ഉണ്ട് അല്ലേ. നമ്മുടെ ഇന്നേറ്റ് ടെൻഡൻസി ടു ആക്ച്വലൈസ് ആണ് എന്തിന് കാരണമാകുന്നത്, ഈ സെൽഫിനെ മെയിൻറ്റെയിൻ ചെയ്യാനും എൻഹാൻസ് ചെയ്യാനും കാരണമാകുന്നത്. ആ ഒരു സെൽഫിനെ എൻഹാൻസ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും വേണ്ടിയിട്ടാണ് എപ്പോഴും ഏതൊരു വ്യക്തിയും മോട്ടിവേറ്റഡ് ആകുന്നത്. ആക്ച്വലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, നമ്മളുടെ ഇന്നർ സെൽഫിനെ എൻഹാൻസ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യല്ലേ. ഇപ്പോൾ റോജർ പറയുന്നൊരു കാര്യമുണ്ട്, അതായത്
ഒരു പുഷ്പത്തിന് വളരാനുള്ള സാഹചര്യം കൃത്യമായി ലഭിക്കുന്നുണ്ടെങ്കിൽ അത് നന്നായി തന്നെ വളരും. പക്ഷേ എന്തെങ്കിലും ഒരു എൻവയോൺമെൻറ്റ് ഫാക്ടർ കൺസ്ട്രെയിൻ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു പുഷ്പത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താനായിട്ട് ബുദ്ധിമുട്ടാണെന്ന് റോജർ പറയുന്നത്. അതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ കാര്യവും. ഇനി ചിലപ്പോൾ ചില ആൾക്കാർ എന്താണ്, അങ്ങനെ ഒരു കൺസ്ട്രെയിൻസ് ഉണ്ടെങ്കിൽ പോലും അത് മാറ്റി നിർത്തിക്കൊണ്ട് വളരാൻ ശ്രമിക്കാറുണ്ട് താനും. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്, നമ്മളുടെ ഒരു ഇന്നറായിട്ടുള്ള സെൽഫിനെ മെയിൻറ്റെയിൻ ചെയ്യാനും എൻഹാൻസ് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്കൊരു ടെൻഡൻസി, നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടാകുമെന്നാണ് റോജർ പറയുന്നത്. ഇനി പൊട്ടൻഷ്യൽ ഓഫ് ദ ഇൻഡിവിജ്വൽ ഹ്യൂമൻ ഈസ് യുണീക്ക് ആൻഡ് വി ആർ മെൻഡ് ടു ഡെവലപ്പ് ഇൻ ഡിഫിക്കൽട്ട് വേസ് അക്കോർഡിംഗ് ടു അവർ പേഴ്സണാലിറ്റി. അതായത് റോജർ പറയുന്നത് ഓരോ ഇൻഡിവിജ്വലിൻ്റെയും പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ യുണീക്കാണ്. അതായത് ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ആയിരിക്കില്ല മറ്റൊരു വ്യക്തിക്ക് ഉണ്ടാവുക, അല്ലേ? അപ്പം നമ്മൾ എന്തിനാണ് നിലനിൽക്കുന്നത്? നമ്മളുടെ ആ ഒരു പേഴ്സണാലിറ്റിയെ ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു ഡിഫറെൻറ്റ് വേസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിലനിൽക്കുന്നത്. നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണമെന്നുള്ളതിനനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യാം. കാരണം ഓരോ വ്യക്തിയും എന്ന് പറയുന്നത് പൊട്ടൻഷ്യാലിറ്റിയിലായിക്കോട്ടെ എന്ത് കാര്യത്തിലാണെങ്കിലും യുണീക്കാണ്. ഇനി റോജർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, പീപ്പിൾ എപ്പോഴും ഇൻഹറൻറ്റ്ലി ഗുഡ് ആൻഡ് ക്രിയേറ്റീവാണ്. അതായത് ഉള്ളുകൊണ്ട് അവരെപ്പോഴും എങ്ങനെയാണ്, ഗുഡാണ്, ക്രിയേറ്റീവാണ്. പക്ഷേ അത് എപ്പോഴാണ് ഡിസ്ട്രക്റ്റീവ് ആകുന്നത്? നമ്മുടെ സെൽഫ് കോൺസെപ്റ്റ് ഒരു പൂറായിട്ടുള്ള ആവുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ഇൻഹറൻറ്റ്ലി ഗുഡായിട്ടുള്ളതും ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറി ഡിസ്ട്രക്റ്റീവ് ആകുന്നത്. കാരണം നമ്മുടെ സെൽഫ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ എക്സ്റ്റേണൽ കൺസ്ട്രെയിൻസ് ഒക്കെ നമ്മളുടെ പ്രോസസ്സിനെ വാല്യൂ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ ഈ ഒരു ക്രിയേറ്റിവിറ്റി, നമ്മുടെ ഉള്ളിലുള്ള നന്മയൊക്കെ എന്താവും, നല്ലതൊക്കെ ഡിസ്ട്രക്റ്റീവ് ആവാനായിട്ട് തുടങ്ങും. ദെൻ കാൾ റോജേഴ്സ് ബിലീവ്ഡ് ദാറ്റ് ഫോർ എ പേഴ്സൺ ടു അച്ചീവ് സെൽഫ് ആക്ച്വലൈസേഷൻ ദേ മസ്റ്റ് ബി ഇൻ എ സ്റ്റേറ്റ് ഓഫ് കോൺഗ്രുവൻസ്. എപ്പോഴും ഈ തിയറിയിൽ വരുന്നൊരു വാക്കാണ് കോൺഗ്രുവൻസ്. അതായത് ഒരു ഇഴുകിച്ചേരൽ, റിസംബിൾനെസ് എന്നൊക്കെ പറയുന്ന അർത്ഥമാണ് കോൺഗ്രുവൻസ്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? കാൾ റോജേഴ്സ് പറയുന്നത് ഒരു വ്യക്തിക്ക് സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഒരു സ്റ്റേറ്റ് ഓഫ് കോൺഗ്രുവൻസിലായിരിക്കണം. സ്റ്റേറ്റ് ഓഫ് കോൺഗ്രുവൻസ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഐഡിയൽ സെൽഫും റിയൽ സെൽഫും തമ്മിൽ എപ്പോഴും ഒരു കോൺഗ്രുവൻസ് ഉണ്ടായിരിക്കണം. ഇനി എന്താണ് ഈ റിയൽ സെൽഫ്, ഐഡിയൽ സെൽഫ് എന്നൊക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ ഇവിടെ പറയുന്നത് ആ റിയൽ സെൽഫും ഐഡിയൽ സെൽഫും തമ്മിൽ ഒരു കോൺഗ്രുവൻസ് ഉണ്ടെങ്കിൽ, ഒരു റിസംബ്ലൻസ് ഉണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നു? സെൽഫ് ആക്ച്വലൈസേഷൻ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ സെൽഫ് ആക്ച്വലൈസേഷൻ തിയറിയിൽ പറയുന്നത്. ഇനി ഇദ്ദേഹത്തിൻ്റെ സെൽഫ് തിയറി, നമ്മുടെ മെയിൻ ആയിട്ടുള്ള പോയിന്റ് അതാണ്. സെൽഫ് തിയറി എന്താ പറയണേ നോക്കാം. ദ സെൽഫ് തിയറി ഹോൾഡ്സ് ദാറ്റ് പേഴ്സണാലിറ്റി ഈസ് എ ഫങ്ഷൻ ഓഫ് ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ടു സിസ്റ്റംസ്. രണ്ട് സിസ്റ്റംസിൻ്റെ ഇൻട്രാക്ഷൻ കൊണ്ടാണ് എന്തുണ്ടാകുന്നത്? പേഴ്സണാലിറ്റി ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. അതായത് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫങ്ഷൻ ഓഫ് ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ടു സിസ്റ്റം. അത് ഏതൊക്കെയാണ്? ദ ഓർഗാനിസം ആൻഡ് ദ സെൽഫ്. രണ്ട് സിസ്റ്റംസ് ഏതൊക്കെയാണ്? ദ ഓർഗാനിസം, ദ സെൽഫ്. ഇത് രണ്ടും 2 മാർക്കിന് ചോദിക്കാറുണ്ട്. ഓർഗാനിസം എന്താ, സെൽഫ് എന്താ, ഐഡിയൽ സെൽഫ് എന്താ, റിയൽ സെൽഫ് എന്താ എന്നൊക്കെ 2 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ ഒരു സെൽഫ് തിയറിയിൽ എന്താ പറയണേ? പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് 2 സിസ്റ്റത്തിൻ്റെ ഇൻട്രാക്ഷനാണ്. ഏതൊക്കെയാണ് 2 സിസ്റ്റംസ്? ദ ഓർഗാനിസം ആൻഡ് ദ സെൽഫ്. ഇനി ഓരോ വ്യക്തിയും തൻ്റെ ജീവിതത്തിൽ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കണേ, അല്ലേ? നമുക്കെല്ലാവർക്കും ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഓരോ കാര്യം ചെയ്യുമ്പോൾ നമ്മളുടെ മറുപുറത്തുള്ള ഒരു വേറെ ആൾക്കാർക്ക് വേറെ വേറെ അനുഭവങ്ങൾ, വേറെ വേറെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പോൾ ചില സ്ഥലത്ത് കല്യാണമാണെങ്കിൽ ചില സമയത്ത് മരണമായിരിക്കും, ചില സമയത്ത് ജനനമായിരിക്കും. അങ്ങനെ പല പല കാര്യങ്ങൾ പല സ്ഥലത്തും നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസിലൂടെ കടന്നു പോയി അതെല്ലാം തന്നെ ഒരു വ്യക്തി ഒത്തൊരുമിക്കുന്നൊരു ഫീൽഡ് ഉണ്ടാവും. അതായത് വ്യത്യസ്തമായ അനുഭവത്തിലൂടെ കടന്നു പോവുകയും ആ കടന്നു പോകുന്ന അനുഭവങ്ങളെല്ലാം തന്നെ ഒത്തൊരുമിക്കുന്നൊരു ഫീൽഡ് ഉണ്ടാകും. ആ ഫീൽഡിനെ പറയുക ഫിനോമിനൽ ഫീൽഡ് എന്നാണ്. ഫിനോമിനൽ ഫീൽഡാണ്. ഈ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന 2 ഫോഴ്സുകളാണ് ഓർഗാനിസവും സെൽഫും. നമ്മുടെ എക്സ്പീരിയൻസും നമ്മുടെ സെൽഫും ഒത്തൊരുമിക്കുന്ന ആ ഒരു ഏരിയ, അതിനെയാണ് ഫിനോമിനൽ ഫീൽഡ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ് ഓർഗാനിസം, എന്താണ് സെൽഫ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം.
The organism represents the totality of one's experience, both conscious and unconscious. അതായത് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ കോൺഷ്യസ് ആയിട്ടുള്ളതും അൺകോൺഷ്യസ് ആയിട്ടുള്ള മൊത്തത്തിലുള്ള ഒരു വ്യക്തിയുടെ എക്സ്പീരിയൻസിനെയാണ് പറയുന്നത് ഓർഗാനിസം എന്നുള്ളത്. അതായത് ഒരാളുടെ എക്സ്പീരിയൻസ് അതിൻ്റെ മൊത്തത്തിലുള്ളതാണ്. ടോട്ടാലിറ്റി ഓഫ് വൺസ് എക്സ്പീരിയൻസ്, ഒരു വ്യക്തിയുടെ എക്സ്പീരിയൻസിൻ്റെ മുഴുവനായിട്ടുള്ളത്. അത് കോൺഷ്യസ് ആയിരിക്കാം, അൺകോൺഷ്യസ് ആയിരിക്കാം. അതിനെയാണ് ഓർഗാനിസം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ സെൻറ്റർ ഓഫ് ഓൾ എക്സ്പീരിയൻസസ് വിച്ച് ആർ ടേക്കിംഗ് പ്ലേസ് വിത്തിൻ ദ ഇൻഡിവിജ്വൽ അറ്റ് എ പർട്ടിക്കുലർ ടൈം. ഓർഗാനിസം എന്ന് പറഞ്ഞാൽ എല്ലാ എക്സ്പീരിയൻസിൻ്റെയും സെൻറ്ററാണ്. ഇത് ഒരു വ്യക്തിയുടെ ഉള്ളിൽ തന്നെ നടക്കുന്ന കാര്യമാണ്. ഇറ്റ് ടേക്കിംഗ് പ്ലേസ് വിത്തിൻ ദ ഇൻഡിവിജ്വൽ അറ്റ് എ പർട്ടിക്കുലർ ടൈം. പർട്ടിക്കുലർ ടൈമുകളിൽ, വ്യത്യസ്തമായ ടൈമുകളിൽ, ഓരോ പ്രത്യേകമായിട്ടുള്ള ടൈമുകളിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഉള്ളിൽ നടക്കുന്ന എക്സ്പീരിയൻസുകളെയാണ് എന്ത് ഓർഗാനിസം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എല്ലാ എക്സ്പീരിയൻസും എന്താണ് ഓർഗാനിസത്തിന് ഉണ്ടാകുന്നതാണ് അല്ലേ. മൊത്തത്തിലുള്ള എക്സ്പീരിയൻസിനെയാണ് ഓർഗാനിസം എന്ന് പറയുന്നത്. അത് ഓരോ ഇൻഡിവിജ്വലിനും ഓരോ ടൈമിൽ ആളുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുമാണ്. അതിനെയാണ് ഓർഗാനിസം എന്ന് പറയുന്നത്. ഇനി എന്താണ് സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് റെഫേഴ്സ് ടു ടോട്ടാലിറ്റി ഓഫ് ഐഡിയാസ്, ഫീലിങ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ദ ഇൻഡിവിജ്വൽ ഹാസ് അബൌട്ട് ഹിംസെൽഫ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? ദ സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ടോട്ടാലിറ്റി ഓഫ് ഐഡിയാസ്, ഫീലിങ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ദ ഇൻഡിവിജ്വൽ ഹാസ് അബൌട്ട് ഹിംസെൽഫ്. ഒരു വ്യക്തിക്ക് ആ വ്യക്തിയെക്കുറിച്ച് തന്നെയുള്ള ഐഡിയാസ്, ഫീലിങ്സ്, ആറ്റിറ്റ്യൂഡ്സ്, ഇതിൻ്റെ എല്ലാം തന്നെ ടോട്ടലായിട്ടുള്ളതിനെയാണ് ദ സെൽഫ് എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തിക്ക് അവനാനെ തന്നെ കുറിച്ചുള്ള ഫീലിങ്സ്, ഐഡിയാസ്, ആറ്റിറ്റ്യൂഡ്സ്, ഇതെല്ലാം തന്നെ എന്താണ്? സെൽഫ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഇറ്റ് ഈസ് എ സെൻട്രൽ ഏജൻസി ടു റെഗുലേറ്റിംഗ് എ പേഴ്സൺസ് ബിഹേവിയർ. ഒരു വ്യക്തിയുടെ ബിഹേവിയറിനെ റെഗുലേറ്റ് ചെയ്യുന്ന സെൻട്രൽ ഏജൻസിയാണ് സെൽഫ്. എന്താണ്? ഒരു പേഴ്സൻ്റെ ബിഹേവിയറിനെ റെഗുലേറ്റ് ചെയ്യുന്ന സെൻട്രൽ ഏജൻസിയാണ് സെൽഫ് എന്ന് പറയുന്നത്. ഇനി സെൽഫിന് തന്നെ രണ്ട് വശങ്ങളുണ്ട്. ഒന്ന് ദ റിയൽ സെൽഫ്, രണ്ടാമത്തത് ദ ഐഡിയൽ സെൽഫ്. ഏതാണ്? സെൽഫിന് തന്നെ രണ്ട് ഭാഗങ്ങളുണ്ട്, റിയൽ സെൽഫും ഐഡിയൽ സെൽഫും. ഇനി എന്താണ് റിയൽ സെൽഫ്, എന്താണ് ഐഡിയൽ സെൽഫ് എന്ന് നോക്കാം. റിയൽ സെൽഫ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ. ഓക്കെ, ഞാനൊരു ടീച്ചറാണ്, അല്ലെങ്കിൽ ഞാനൊരു സ്റ്റുഡൻ്റാണ്, ഞാനിപ്പോൾ ഇങ്ങനെയാണ് എന്ന് പറയുന്നതാണ് റിയൽ സെൽഫ്. ദ റിയൽ സെൽഫ് ഈസ് ദ സെൽഫ് ആസ് ഇറ്റ് റിയലി ഈസ് ആസ് എ റിസൾട്ട് ഓഫ് വൺസ് എക്സ്പീരിയൻസ്. ഒരാളുടെ എക്സ്പീരിയൻസ് കൊണ്ട് ആ വ്യക്തി ആയിരിക്കുന്ന അവസ്ഥ, ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയാണ് റിയൽ സെൽഫ്. അപ്പോൾ ഐഡിയൽ സെൽഫ് എന്തായിരിക്കും? ഐഡിയൽ സെൽഫ് ഈസ് ദ സെൽഫ് വൺ വുഡ് ലൈക്ക് ടു ബി. അത് ഈ റിയൽ സെൽഫ് അല്ല. ഞാൻ എന്താണോ ആകാൻ ആഗ്രഹിച്ചത്, ഞാൻ എന്താണോ ആകാൻ ഇഷ്ടപ്പെടുന്നത്, അതാണ് ഐഡിയൽ സെൽഫ്. അപ്പോൾ എൻ്റെ റിയൽ സെൽഫ്, ഞാനൊരു അധ്യാപകനാകാനായിരിക്കില്ല, ഞാനൊരു ഡോക്ടർ ആവാനായിരിക്കും ആഗ്രഹിച്ചിട്ടുണ്ടാവുക. പക്ഷെ ഞാൻ ആയിരിക്കുന്ന അവസ്ഥ എന്താ? അധ്യാപകനാണ്. അപ്പോൾ രണ്ടും തമ്മിൽ എന്താ? ഒരു റിസംബിൾനെസ് ഇല്ല അല്ലേ. അപ്പോൾ ഐഡിയൽ സെൽഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ എന്താണോ ആകാൻ ആഗ്രഹിക്കുന്നത്. റിയൽ സെൽഫ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എന്താണോ ആയിരിക്കുന്നത്. അതിനെയാണ് റിയൽ സെൽഫ് ആൻഡ് ഐഡിയൽ സെൽഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പേഴ്സണാലിറ്റി സ്ട്രക്ചറും പേഴ്സണാലിറ്റി ഡൈനാമിക്സ് എന്ന് രണ്ട് ഭാഗങ്ങളായിട്ട് സെൽഫ് തിയറി തിരിച്ചിട്ടുണ്ട്. അതിൽ പേഴ്സണാലിറ്റി സ്ട്രക്ചറിൽ വരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അതിൽ വരുന്നതാണ് ഒന്നെന്താ നമ്മൾ പറഞ്ഞത്? രണ്ട് ഇൻ്റർലോക്കിംഗ് സിസ്റ്റംസ് ആണ് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിനെ ഹോൾഡ് ചെയ്യണേന്ന് പറഞ്ഞു. ഒന്ന് ഓർഗാനിസമാണെന്ന് പറഞ്ഞു, മറ്റൊന്ന് സെൽഫാന്ന് പറഞ്ഞു. ഓർഗാനിസം എന്ന് പറയുന്നത് ടോട്ടാലിറ്റി ഓഫ് ദ എക്സ്പീരിയൻസ് ആണ്, ബോത്ത് കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ്. ദ സെൽഫ് എന്ന് പറയുന്നത് ദ ടോട്ടാലിറ്റി ഓഫ് ഫീലിങ്സ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഐഡിയാസ് ഓഫ് ദ ഇൻഡിവിജ്വൽ ഹാസ് അബൌട്ട് ഹിംസെൽഫ്. ദെൻ ഈ സെൽഫിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട്, ഐഡിയൽ സെൽഫും റിയൽ സെൽഫും. റിയൽ സെൽഫ് എന്ന് പറയുന്നത് ദ റിയൽ സെൽഫ് ഈസ് എ സെൽഫ് ആസ് ഇറ്റ് റിയലി. എന്താണോ നമ്മളായിരിക്കുന്ന അവസ്ഥ അതാണ് റിയൽ സെൽഫ്. ഐഡിയൽ സെൽഫ് എന്താണ്? ലൈക്ക് ടു ബി, വിഷ് ടു ബി എന്നൊക്കെ പറയുന്നത്. നമ്മൾ എന്താവാൻ ആഗ്രഹിക്കുന്നോ അതാണ് ഐഡിയൽ സെൽഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് പേഴ്സണാലിറ്റി സ്ട്രക്ചറിൽ പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ ഭാഗമാണ് ഈ തിയറിയുടെ പേഴ്സണാലിറ്റി ഡൈനാമിക്സ്.
എന്താണ് പേഴ്സണാലിറ്റി ഡൈനമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് മീൻസ് ദ വേ ഇൻ വിച്ച് പീപ്പിൾ ബിഹേവ് ആൻഡ് റിയാക്ട് ടു ഈച്ച് അതർ ഇൻ എ പർട്ടിക്കുലർ സിറ്റുവേഷൻ. പർട്ടിക്കുലർ സിറ്റുവേഷൻസിൽ ഒരു വ്യക്തി ഒരാളോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, അതിനെയാണ് പേഴ്സണാലിറ്റി ഡൈനമിക്സ് എന്ന് പറയുക. ഡൈനമിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഉള്ളത്, മാറ്റമുള്ളതെന്നാണ് അർത്ഥം അല്ലേ? അപ്പോൾ ഡൈനാമിക്കാണ്. ഓരോ പർട്ടിക്കുലർ സിറ്റുവേഷനിലും ഒരു വ്യക്തി എങ്ങനെ മറ്റൊരു വ്യക്തികളോട് സംസാരിക്കുന്നു, എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? പേഴ്സണാലിറ്റി ഡൈനമിക്സ് എന്ന് പറയുന്നത്. ഇനി റോജർ പറയുന്നത് ദ ഓർഗാനിസം കണ്ടിന്യൂവലി സ്ട്രൈവ് ടു ഡെവലപ്പ് ആൻഡ് എക്സ്പാൻഡ് ദ സെൽഫ്. എപ്പോഴും ഓർഗാനിസം എന്താ ചെയ്യുക? എൻ്റെ സെൽഫ് കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യാനാണ് ശ്രമിക്കുക അല്ലേ? എൻ്റെ സെൽഫിനെ ഡെവലപ്പ് ചെയ്യാൻ, എൻ്റെ സെൽഫിനെ എക്സ്പാൻഡ് ചെയ്യാനാണ് എപ്പോഴും ആര് ശ്രമിച്ചുകൊണ്ടിരിക്കുക? ഓർഗാനിസം ശ്രമിച്ചുകൊണ്ടിരിക്കുക. ദെൻ ദ ബേസിക് ഫോഴ്സ് മോട്ടിവേറ്റിംഗ് ദ ഓർഗാനിസം ഈസ് സെൽഫ് ആക്ച്വലൈസേഷൻ. ഇനി ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത്? ഓർഗാനിസം എപ്പോഴും സെൽഫ് എക്സ്പാൻഡ് ചെയ്യാനോ ഡെവലപ്പ് ചെയ്യാനോ നോക്കുക. ഇനി ഈ ഓർഗാനിസത്തിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഫാക്ടർ ഇവിടെ ഏതാണ്? സെൽഫ് ആക്ച്വലൈസേഷൻ ആണ്. ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഓർഗാനിസം എപ്പോഴും സെൽഫിനെ എക്സ്പാൻഡ് ചെയ്യുന്നതും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു ബിഹേവിയർ, അതായത് ഒരു പേഴ്സൻ്റെ സെൽഫ് എന്ന് പറയുന്നതാണ് സെൻട്രൽ ഏജൻസി ടു റെഗുലേറ്റിംഗ് ദ ബിഹേവിയർ. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? ഒരു വ്യക്തിയുടെ ബിഹേവിയറിനെ നിയന്ത്രിക്കുന്ന ആ വ്യക്തിയുടെ സെൽഫാന്ന് പറഞ്ഞു. ഇനി ഇവിടെ റോജർ പറയുന്നത് the normal personality development depends on the congruence among different components of personality: organism, real self, ideal self and external reality. ഇത് റോജർ പറയുന്നത് നോർമൽ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഒരു വ്യക്തിക്ക് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഓർഗാനിസവും റിയൽ സെൽഫും ഐഡിയൽ സെൽഫും എക്സ്റ്റേണൽ റിയാലിറ്റി എല്ലാം തന്നെ ഓവർലാപ്പ് ഇല്ലാണ്ട് മുന്നോട്ട് പോകണം. അതായത് എന്താണ്? ഓവർലാപ്പ് ഇല്ലാണ്ട്, അതായത് അധികം ലിറ്റിൽ ഓവർലാപ്പായിട്ട് മുന്നോട്ട് പോകാൻ പാടില്ല. ഓവർലാപ്പ് ഇല്ലാണ്ട് പോകണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഓവർലാപ്പ് ഉണ്ടാകണം. നന്നായി ഓവർലാപ്പ് ചെയ്ത് കിടന്നാലേ എന്തുണ്ടാവുള്ളൂ? ഈ പറയുന്ന നോർമൽ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഉണ്ടാകുള്ളൂ. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം ആഗ്രഹിക്കുന്നു, നമുക്കതുപോലെ നടക്കുന്നില്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ റിയൽ സെൽഫും ഐഡിയൽ സെൽഫും രണ്ടായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഓർഗാനിസവും സെൽഫ് കോൺസെപ്റ്റും തമ്മിൽ ഒരു അകലം വന്നുകൊണ്ടിരിക്കും എപ്പോഴും. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. മറിച്ച് രണ്ടും തമ്മിൽ എന്തുണ്ടാകണം? ഒരു കോൺഗ്രുവൻസ് ഉണ്ടാകണം. ഇനി an individual's personality development depends upon the union and harmony between the image of the self and the organism. അതായത് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആ വ്യക്തിയുടെ സെൽഫും ഓർഗാനിസവും തമ്മിലുള്ള ഹാർമണിക്ക് അനുസരിച്ചാണ്. അതായത് സെൽഫും ഓർഗാനിസം എപ്പോഴും ചേർന്നിരിക്കണം. എങ്കിൽ മാത്രമാണ് എന്തുണ്ടാവുള്ളൂ? ഇൻഡിവിജ്വലിൻ്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് നന്നായിരിക്കുള്ളൂ. ഇനി ഈ ഇൻഡിവിജ്വലിൻ്റെ സെൽഫ് കോൺസെപ്റ്റും റിയാലിറ്റിയും തമ്മിൽ ഗ്യാപ്പ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നത്? സൈക്കോളജിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിൽ ഉണ്ടാകുന്ന പേഴ്സണാലിറ്റി ഡീവിയൻ്റ് പേഴ്സണാലിറ്റി ആയിരിക്കും. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ പറയുന്നത് ഈ സെൽഫും ഓർഗാനിസവും തമ്മിൽ നല്ല രീതിയിൽ ഓവർലാപ്പിംഗ് ഉണ്ടാകണം. അല്ലാതെ പൂവർലി ലിറ്റിൽ ഓവർലാപ്പ് ആണെന്നുണ്ടെങ്കിൽ ഡീവിയൻ പേഴ്സണാലിറ്റിയും മറ്റേതാണെന്നുണ്ടെങ്കിൽ വെൽ അഡ്ജസ്റ്റഡ് പേഴ്സണാലിറ്റി ആയിരിക്കും ഉണ്ടാവുക എന്നാണ് റോജർ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡയഗ്രാം കണ്ടാൽ മനസ്സിലാകും. കാണുന്നുണ്ടോ? അതായത് കണ്ടോ, റെഡിൽ കാണിക്കുന്നത് ദ സെൽഫും ഗ്രീനിൽ ദ ഓർഗാനിസും ആണ്. അപ്പോൾ അതിൽ ആദ്യം കാണിച്ചിരിക്കുന്ന ഡയഗ്രത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ നോക്കൂ. ആദ്യം കാണിച്ചിരിക്കുന്നതിൽ ദ സെൽഫും ഓർഗാനിസും എങ്ങനെയാണ് ചേർന്നിരിക്കുന്നത്? ലിറ്റിൽ ഓവർലാപ്പാണ്. അതായത് അധികം കൂടിച്ചേർന്നിട്ടില്ല. അപ്പോൾ അവിടുത്തെ സെൽഫും ഐഡിയൽ സെൽഫും റിയൽ സെൽഫും ഐഡിയൽ സെൽഫും തമ്മിൽ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടാവും. അതായത് എന്താണോ നമ്മൾ ആകാൻ ആഗ്രഹിച്ചത്, നമ്മളിപ്പോൾ എന്താണോ അത് തമ്മിൽ വളരെയധികം അന്തരം ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ സെൽഫ് കോൺസെപ്റ്റ് നല്ല രീതിയിലാവില്ല. അപ്പോൾ ഓർഗാനിസും സെൽഫും തമ്മിലുള്ള ഓവർലാപ്പ് എങ്ങനെയായിരിക്കും? ലിറ്റിലായിരിക്കും, വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പൂവേർലി അഡ്ജസ്റ്റഡ് പേഴ്സണാലിറ്റി ഉണ്ടാവുക. പൂവേർലി അഡ്ജസ്റ്റഡ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ഡീവിയൻ്റ് പേഴ്സണാലിറ്റിയിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി രണ്ടാമത്തെ ഡയഗ്രം നോക്കൂ. രണ്ടാമത്തെ ഡയഗ്രത്തിൽ എന്താ കാണുന്നത്? ഈ പറയുന്ന സെൽഫും ഓർഗാനിസവും തമ്മിൽ ഒരുപാട് ഓവർലാപ്പ് ചെയ്ത് കിടക്കുന്നത് അല്ലേ? മച്ച് ഓവർലാപ്പ് ബിറ്റ്വീൻ ആണ് എക്സ്പീരിയൻസ് ആൻഡ് സെൽഫ് കോൺസെപ്റ്റ്. അപ്പോൾ ഓർഗാനിസവും സെൽഫും തമ്മിൽ
മച്ച് ഓവർലാപ്പ് ആകുമ്പോൾ ഏത് രീതിയിലുള്ള പേഴ്സണാലിറ്റി ഉണ്ടാകും? വെൽ അഡ്ജസ്റ്റഡ് പേഴ്സണാലിറ്റി ഉണ്ടാകും. കാരണം എൻ്റെ റിയൽ സെൽഫും എൻ്റെ ഐഡിയൽ സെൽഫും ഏകദേശം ഒരുപോലെയാണ്. ഞാൻ എന്താണോ ആകാൻ ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ എന്താണോ ഞാൻ ആഗ്രഹിച്ചത് അത് തന്നെയാണ് ഞാൻ ആയത് എന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ ഓർഗാനിസും സെൽഫ് കോൺസെപ്റ്റും തമ്മിൽ, അല്ലെങ്കിൽ സെൽഫും തമ്മിൽ നല്ല രീതിയിലായിരിക്കും പോകുന്നുണ്ടാവുക. അതായത് ഒരു ഓവർലാപ്പിംഗ് ഉണ്ടാകും, നല്ല ഓവർലാപ്പിംഗ് ഉണ്ടാകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെൽ അഡ്ജസ്റ്റഡ് പേഴ്സണാലിറ്റി ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ തിയറി ബേസ് ചെയ്തിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഓർഗാനിസും സെൽഫും തമ്മിലുള്ള ഇൻ്റർലോക്കിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഓർഗാനിസും സെൽഫും തമ്മിൽ മച്ച് ഓവർലാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ വെൽ അഡ്ജസ്റ്റഡ് പേഴ്സണാലിറ്റിയും, ഓർഗാനിസും സെൽഫും തമ്മിൽ ലിറ്റിൽ ഓവർലാപ്പ് ആണുള്ളതെങ്കിൽ പുവർലി അഡ്ജസ്റ്റഡ് പേഴ്സണാലിറ്റി ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കുക. അതാണ് ഈ തിയറിയിലെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ തിയറിയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. 2 മാർക്കിൻ്റെ ഐഡിയൽ സെൽഫ്, റിയൽ സെൽഫ്, അതുപോലെ ഓർഗാനിസം, ഇതൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ തിയറി. ഡൗട്ട് ഇല്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത തിയറി ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം. അപ്പോൾ ഇതെല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.